നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളൊക്കെ ഈ കുടുംബത്തോട് ഇത്തിരി അകന്നു നിൽക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാ സമാധാനമായത്. അങ്കിള് മാത്രമല്ല, ഇനി മുതൽ ആന്റിയും അമ്മയും വസുവിനെ വിളിക്കാവൂ. ഗൗതം കൂടെ നിന്ന് പണി തരുക. ആന്റി സൂക്ഷിച്ച. വസു, നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ? ആദ്യം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, അത് കഴിഞ്ഞു പോരെ സംസാരം. കാര്യങ്ങൾ നടക്കട്ടെ പാർവതി. കുടിക്കാനും കഴിക്കാനുള്ളതൊക്കെ അതിനോടൊപ്പം നടന്നോളൂ. വളരെ ശരിയാ, അങ്ങനെ ആവട്ടെ ചന്ദ്രിക. ഏട്ടാ, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വസുവിനെ കാണിക്കൂ. ഇത് 5 ലക്ഷം രൂപയുണ്ട്. ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തൂക്കമുള്ള മാല ഈ പണം കൊണ്ട് വാങ്ങാൻ പറ്റും. ആന്റി, കള്ളനോട്ടാണോന്ന് പരിശോധിക്കേണ്ടവർക്ക് അതും ആവാം. ആഹാ, പണം വന്ന സ്ഥിതിക്ക് ജ്യൂസ് കുടിച്ചിട്ട് എല്ലാവർക്കും കൂടെ ജ്വല്ലറിയിലേക്ക് പോകാം അല്ല വസു? ആരൊക്കെയാണ് ജ്വല്ലറിയിലേക്ക് പോകുന്നത്? എല്ലാവരും വരട്ടെ, നമുക്കൊരു ഫാമിലി ട്രിപ്പായി അടിച്ചു പൊളിക്കാം. റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് പോവാം. എന്തു പറയുന്നു? നൈസ് ഐഡിയ. ഞാനേ നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറന്റുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞാനേ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. എനിക്ക് സാരി മാറണം. വസു, സാരി ഒന്ന് മാറിക്കോ. ഇത്തരം സാരികള് പ്രായത്തിന് തീരെ യോജിക്കുന്നില്ല. നിധി, ശിവാനിയും പോലുള്ള കുട്ടികള് ഇത്തരം സാരിയൊക്കെ കൊടുത്ത് വർക്കുള്ള ബ്ലൗസൊക്കെ ഇട്ട് ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നന്നായിരിക്കും. നമ്മളൊക്കെ പ്രായം പക്വതയുള്ളവരല്ലേ വസു. നമുക്കിതുപോലുള്ള നിറങ്ങളൊന്നും ചേരില്ല. ഗൗതം, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ആന്റി പറഞ്ഞാലും കാര്യമുണ്ടമ്മേ. അമ്മ ശരിക്കും ഇപ്പൊ കൊടുക്കുന്ന പാറ്റേൺ ഒന്നും അമ്മയ്ക്ക് തീരെ ചേരുന്നില്ല. പാറു കൊടുക്കുന്ന തരം സാരികളാണ് അമ്മയ്ക്ക് ചേരുന്നത്. ഞാനിപ്പോ വരാമേ. എക്സ്ക്യൂസ് മീ. മാഡത്തോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. മാഡം എന്ന് വിളിക്കാൻ അവരെന്റെ സീനിയർ ജോലിക്കാരിയൊന്നുമല്ല. എന്റെ മരുമകന്റെ അപ്പച്ചിയെ ഞാൻ പേര് വിളിക്കുന്നതിൽ എന്താ തെറ്റ്? നമ്മളും നമ്മുടെ നിലയൊക്കെ അറിഞ്ഞ് പെരുമാറണം ചന്ദ്രി. നമ്മളും നിലയും വിലയും ഒക്കെ ഉള്ളവര് തന്നെയാണ്. നിനക്കും നിന്റെ മോൾക്കും അതില്ലെങ്കിൽ നിങ്ങൾ അടിമകളായിക്കോ. ഞാൻ എതിർക്കാൻ വരുന്നില്ല. എന്നാലും എന്റെ അമ്മ ആന്റിയുടെ സാരിയെ കുറ്റം പറയുന്നത് ഞാൻ തീരെ കരുതിയില്ല. അപ്പോ നീ പറഞ്ഞു കൊടുത്തതാണല്ലേ? അല്ല, അത് അമ്മ കൈ നിട്ടതാ. കൊറേ നാളായി വസുന്റെ സാരി പാറ്റേൺ ശരിയല്ലെന്ന് പറയണമെന്ന് വിചാരിച്ചതാ. ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും ചന്ദ്രിയ കലക്കി. അഭിനന്ദനങ്ങൾ. നിനക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം ഇല്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ആഭരണത്തിനുള്ള പണം ഉണ്ടാക്കാൻ നിധിയുടെ അമ്മയ്ക്കും അമ്മാവനും കഴിയില്ലെന്ന് നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഉറപ്പു തന്നതാ. എന്നിട്ടിപ്പോ ആ ഉറപ്പിന് ഒരു വിലയും ഇല്ലാതായി. 1ഉം 2ഉം അല്ല, 5 ലക്ഷം രൂപയാ അശോകൻ എന്റെ മുമ്പിൽ കൊണ്ടുവച്ചത്. എന്റെ മുഖത്തെറിഞ്ഞ ഫീലാ എനിക്കിപ്പോ തോന്നുന്നത്. ദേ, ഇതിന് നിങ്ങൾ എനിക്ക് മറുപടി തന്നേ മതിയാവൂ. എന്ത് മറിമായ നടന്നേന്ന് എനിക്കും അറിയില്ല മാഡം. അങ്ങേർക്ക് ആരും കാശ് കൊടുക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലും ഞാൻ എടുത്തതാ. അതിനുവേണ്ടി അമ്മ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചും ഞാൻ ആന്റിയോട് പറഞ്ഞിരുന്നു.
ആന്റി അതൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ത്യാഗത്തിന് ഫലമില്ലാതെ പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ മാഡം. എന്നിട്ടും ആരാ അങ്ങേർക്ക് ഇത്രയും കാശ് കൊടുത്തെന്ന് പോലും അറിയില്ല. സൗകര്യം പോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? ആ നിധിയുടെ അമ്മ, ആ മഹാദരിദ്രവാസി ചന്ദ്രികയില്ലേ, അവൾ എന്നെ അപമാനിച്ചത് നിങ്ങളും കണ്ടതല്ലേ? എന്റെ മുമ്പില് കാലുമേ കാല് കയറ്റി ഇരിക്കാൻ അവക്ക് എങ്ങനെ ധൈര്യം വന്നു? അവള് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വിധവയെ പോലെ ജീവിക്കുന്ന ആ വൃത്തികെട്ടവള് എന്നെ പേര് വിളിച്ച് സംസാരിച്ചു. എന്റെ സാരിയും ബ്ലൗസും ശരിയല്ലാന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആന്റിയോടുള്ള അസൂയ കൊണ്ടാ ചന്ദ്രിക ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ സാരിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ അമ്മ? പിന്നെ അല്ലാതെ. അയ്യോ, ഈ ബ്ലൗസ് എന്തൊരു കിടില. ഇത്തരം ഒരു 10 ബ്ലൗസ് തയ്പ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേ അമ്മയും മോളും കൂടി എന്നെ പുകഴ്ത്തി കൊമ്പത്താക്കി രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. മനസ്സിലായി. എനിക്കുണ്ടായ അപമാനത്തിന് കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ തന്ന ഒരു ഉറപ്പുകൊണ്ടാ സ്വർണം വാങ്ങാൻ ഞാനും വരുമെന്നൊരു നിബന്ധന വെച്ചത്. നിങ്ങൾ കാരണമാ സ്വർണം വാങ്ങാനുള്ള പണം എനിക്ക് കാണണമെന്ന് ഞാൻ വാശി പിടിച്ചത്. ഇതുവരെ നിധി മാത്രമേ എന്നെ തോൽപ്പിച്ചിരുന്നുള്ളൂ. ഇന്ന് അവളുടെ അമ്മയും അമ്മാവനും ഒക്കെ എന്നെ തോൽപ്പിച്ചു. നിങ്ങൾ ഇതിനുള്ള മറുപടി പറഞ്ഞേ പറ്റൂ. പറ്റിപ്പോയി മാഡം. കഴിഞ്ഞത് കഴിഞ്ഞു. ഞങ്ങളെ ചീത്ത വിളിച്ച ഈ അപമാനത്തിൽ നിന്ന് കരകയറാൻ പറ്റുമോ അല്ലേ? പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ അപമാനം മാറ്റാൻ നിങ്ങളൊരു വഴി പറഞ്ഞതാ. എന്റെ മനസ്സിലെ ഒരു ഐഡിയ ഉണ്ട്. അച്ഛൻ കൊണ്ടുവന്നതേ 5 ലക്ഷം രൂപയാണ്. പണിക്കൂലിയും ടാക്സും ഒക്കെ ചേർത്ത് നോക്കുമ്പോ ഒരു 7-7.5 പവൻ അതുകൊണ്ട് വാങ്ങാനാവും. ആന്റി സെലക്ട് ചെയ്യേണ്ടത് അതിലും കൂടിയ മാലയാവണം. കൊടുക്കാൻ പണം തികയാതെ വരുമ്പോ ആന്റി അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അപമാനം നിധിയും മറ്റും അനുഭവിക്കും. സൂപ്പർ ഐഡിയ. ആ സമയത്ത് മാഡം കാശ് കൊടുക്കാന്ന് കൂടി പറഞ്ഞ അവരുടെ തകർച്ച പൂർണ്ണവും. സംഭവം കൊള്ളാം. പക്ഷേ ഇതറിഞ്ഞ് നിധി മറ്റെന്തെങ്കിലും കള്ളക്കളി കളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനും മുകളില് ഞാനൊരു തന്ത്രം പ്ലാൻ ചെയ്യും. ഹലോ, ഞാൻ വസുന്ധരയാണ്. ഗൗതം, ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. സീരിയസ് ആണെങ്കിൽ വെച്ചോണ്ടിരിക്കരുത്. എത്രയും വേഗം ഡോക്ടറെ കാണണം. ദേ, മനുഷ്യന്റെ നെഞ്ച് പടപെടാന്നിരിക്കുമ്പോ ചളി കോമഡി അടിക്കല്ലേ, എന്റെ സ്വഭാവം മാറും. ആ ശരി, ഞാൻ സീരിയസ് ആയി. ഇനി കാര്യം പറ. അപ്പോ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ ഏതൊക്കെ വിധം റൊമാൻസ് നടത്താന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ഓ, ഒന്ന് നിർത്ത്. ഒരു ക്രിഞ്ച് റൊമാൻസ്. നമുക്കിപ്പോ വേണ്ടത് ഡ്രാമയാണ്. എന്ത് വേണമെന്ന് നീ പറ. അതായത് എന്റെ വീട്ടുകാരുടെ കയ്യിലുള്ള പണത്തേക്കാൾ കൂടുതൽ വിലയുള്ള മാല സെലക്ട് ചെയ്ത് വസുന്ധരാന്റി പണി കൊടുക്കാൻ ശ്രമിക്കും. അതുറപ്പാണോ? പക്ഷേ ഗൗതം വിചാരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ? ജ്വല്ലറിയിൽ ചെല്ലുമ്പോ വില കുറഞ്ഞ മാലകളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാവൂ. വസുന്ധരാന്റി സെലക്ട് ചെയ്യുന്ന കോസ്റ്റ്ലി ഓർണമെന്റ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേക്കാം. അയ്യോ നിധി, എനിക്ക് ഗോൾഡിന്റെ വില നോക്കാൻ അറിയില്ല. അതൊരു പ്രശ്നമല്ല. ഗൗതമിന് എന്നെ നോക്കാൻ അറിയാമോ? അതറിയാം. എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്നെ നോക്കാൻ എനിക്ക് പറ്റും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കണം. വില കൂടുതലുള്ള മാല ആന്റി എടുക്കാൻ പറയുമ്പോ ദേ ഇങ്ങനെ ഇങ്ങനെ മൂക്ക് ചൊറിയും. അപ്പൊ തന്നെ കൊള്ളില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാലയാണെങ്കിൽ ഞാൻ ദേ ഇങ്ങനെ തല വെട്ടിക്കും. ആ സിഗ്നൽ കാണുമ്പോ ഓക്കെ പറയണം. അതായത് നീ മൂക്ക് ചൊറിഞ്ഞാൽ നോ, തലയാടിയാൽ യെസ് അല്ലേ? അതെ. അപ്പൊ നമുക്കൊരു റിഹേഴ്സൽ നോക്കിയാലോ? എന്താ? ഞാൻ റെഡി. ആദ്യം ഞാൻ വസുന്ധരാന്റി. ഓക്കെ. മോനെ ഗൗതം, ഈ മാല എങ്ങനെയുണ്ട്?
എന്റെ മകനായ നിന്റെ ഭാര്യയ്ക്ക് ഇത് ചേരില്ലേ? ആ സൂപ്പർ ആയിരിക്കും അമ്മേ. ഉഫ്. ഇങ്ങനെ പറയാനാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്ത് വേണം? ചോദ്യം കേട്ട ഉടനെ എന്നെ നോക്കണം. എന്നാലല്ലേ എനിക്ക് സിഗ്നൽ തരാൻ പറ്റൂ. അപ്പൊ അമ്മ മാലയെ കുറിച്ച് അഭിപ്രായം ചോദിച്ച ഉടനെ ഞാൻ നിന്നെ നോക്കണം അല്ലേ? അതെ. ആന്റി ചോദിച്ചു എന്ന് വിചാരിക്കുക, എന്നിട്ട് എന്നെ നോക്കുക. ആ വിചാരിച്ചു. ഇനി ഞാൻ നിന്നെ നോക്കാം. ഏയ് ഈ മാല കൊള്ളില്ലമ്മേ. കറക്റ്റ്. ആ ഇത്തരത്തിൽ ഞാൻ തല വെട്ടിക്കുന്നത് വരെ പോയാ എല്ലാം ഓക്കെയാ. ഒരു സംശയം നിധി. എന്താ? അല്ല ഇതിനിടയിൽ നീ വല്ല ജലദോഷം വന്ന് മൂക്ക് ഉയർന്ന ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഒന്നും വരില്ല. ഞാൻ തലയാട്ടുന്നതിന് മാത്രം ഓക്കെ പറഞ്ഞാൽ മതി. ഭാര്യ പറയുന്നതിന് മാത്രം തലയാട്ടുന്ന ഒരു അവസ്ഥ ഇത് ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ ഗതികേടാണ്. ഹലോ, ഭാര്യ തലയാട്ടുന്നതിന് ഓക്കെ പറയുന്നതേ ഗതികേടല്ല. അതാണ് കുടുംബത്തിന്റെ അടിത്തറ. മനസ്സിലായോ? ഓക്കെ ഇത് ഓക്കെ.